ഇന്ന് സോഷ്യൽ മീഡിയ വഴി നമ്മളിലോട്ട് എത്തിച്ചേരുന്ന പല ഹെൽത്ത് റിലേറ്റഡ് ഇൻഫർമേഷൻസും നിർഭാഗ്യവശാൽ സയൻറ്റിഫിക് അല്ല, ഒത്തൻറ്റിക് അല്ല, മാത്രമല്ല പലപ്പോഴും ഡാമേജിങ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഡയറ്റ് നിരവധി ഡയറ്റ് റെക്കമെൻഡേഷൻസ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം കൂടി ചേർത്ത് കൺഫ്യൂസ്ഡ് ആയിട്ട് ഓരോന്നും മാറി മാറി ചെയ്യുന്നതാണ് ഇന്നത്തെ അവസ്ഥ. ആരോഗ്യത്തിൽ ഏറ്റവും മികച്ച ഡയറ്ററി അപ്രോച്ച് എന്തായിരിക്കണം? വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടി വെയിൽ കൊണ്ടാൽ മാത്രം പോരെ, എന്തിനാണ് ആവശ്യമില്ലാതെ ഗുളികകൾ കഴിക്കുന്നത്? ഈ സപ്ലിമെൻറ്റുകൾ വാരി തിന്നുന്നത് നല്ലതാണോ? അല്ലെങ്കിൽ തടിച്ചിരിക്കുന്നത് കൊണ്ട് അൺഹെൽത്തി ആണോന്നുണ്ടോ? എങ്ങനെയെങ്കിലും തടി കുറയ്ക്കുന്നതാണോ എൻ്റെ ജീവിത ലക്ഷ്യം? അല്ലെങ്കിൽ ഈ പാൽ നമ്മൾ കുഴപ്പക്കാരനാണെന്ന് പറയുന്നു, ശരിക്കും പാൽ കുഴപ്പക്കാരനാണോ? വർഷങ്ങളായിട്ട് നമ്മൾ പാൽ ഉപയോഗിക്കുന്നില്ലേ? പ്രായമായി ഇനി ഞാൻ എക്സസൈസും വെയ്റ്റ് ലിഫ്റ്റിങ്ങും ചെയ്യുന്നത് കൊണ്ട് അപകടമുണ്ടോ, അതോ അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാണ് ഉണ്ടാക്കി വെക്കുന്നത്? ഇത്തരത്തിലുള്ള വളരെ പ്രാധാന്യമുള്ളതും എന്നാൽ വളരെയധികം ആശയക്കുഴപ്പങ്ങൾ നിറഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങളൊന്ന് ഡീബങ്ക് ചെയ്യാനാണ് ആക്ച്വലി ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഡയറ്റിൽ ഒരുപാട് മാറ്റം വരുത്താനൊന്നും അത്ര എളുപ്പമല്ല. ഒരു മാറ്റം വരുത്തണമെങ്കിൽ അതെന്തായിരിക്കണം? ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരുപക്ഷെ അയാളെ കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമാണ് ഡയറ്റ് മാറ്റാൻ പറയുന്നത് പലപ്പോഴും. കാരണം ഡയറ്റ് നമ്മളുടെ കൾച്ചർ, നമ്മളുടെ ലൈക്കിങ്സ്, നമ്മളുടെ പാറ്റേൺസ്, നമ്മുടെ ബഡ്ജറ്റ്, നമ്മുടെ ജോലി, ഇതൊക്കെ ആയിട്ട് കണക്റ്റഡാണ്. പക്ഷേ കഴിഞ്ഞ ഒരു 25 വർഷം കൊണ്ട് നിരവധി ആൾക്കാരുടെ ഭക്ഷണക്രമത്തിൽ വർക്ക് ചെയ്ത ഒരാളെന്ന രീതിയിൽ എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ്, എനിക്ക് ഡയറ്റിൽ മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാമെങ്കിൽ അത് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നോ ജി ഡിന്നർ എന്ന് പറയും. എന്താണ് നോ ജി ഡിന്നർ? നോ ഗ്രെയിൻ ഡിന്നർ. നമ്മൾ രാത്രി കഴിക്കുന്ന ഡിന്നർ, അത്താഴത്തിൽ നിന്ന് ധാന്യങ്ങൾ അടങ്ങുന്ന എല്ലാത്തിനും എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. അത് അരിയായിരിക്കാം, ഗോതമ്പായിരിക്കാം, ഓട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മില്ലറ്റ്സ് ആയിരിക്കാം. അതിന് നമ്മളുടെ രാത്രികളുടെ ഡിന്നറിൽ നിന്ന് എടുത്ത് മാറ്റുമ്പോൾ രാത്രി കഴിക്കുന്ന ഭക്ഷണത്തിനകത്തുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് ലോഡ് ഗണ്യമായിട്ട് കുറയുന്നു. ഭൂരിഭാഗം ആൾക്കാരിലും അതൊരു വളരെ ഡിഫറൻസ് ഉണ്ടാക്കുന്നത് നമ്മളുടെ മെറ്റബോളിസത്തിലാണ്. പ്രീ ഡയബറ്റീസ്, അതുപോലെ ഫാറ്റി ലിവർ ഡിസീസ്, ഹൈപ്പർ ടെൻഷൻ, അതുപോലെ തന്നെ അമിതവണ്ണം, കുടവയർ, PCOD തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളെ ബാധിക്കുന്ന ഒന്നാണല്ലോ മെറ്റബോളിസം. നോ ജി ഡിന്നർ എന്ന് പറയുന്നത് മെറ്റബോളിസത്തെ സിഗ്നിഫിക്കൻ്റ് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു ഡിഫറൻസ് തൊട്ടടുത്ത ദിവസത്തിലുണ്ടാകുന്ന എനർജി ലെവൽസിലാണ്. അതുപോലെ നമ്മളുടെ ഓവറോൾ ആയിട്ടുള്ള ഡൈജഷൻ, ഫുഡ് സെൻസിറ്റിവിറ്റി എല്ലാം നോ ജി ഡിന്നറിന് ഭയങ്കരമായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻസ്, ഫീഡ്ബാക്ക് നമുക്ക് കിട്ടാറുണ്ട്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, ഗ്രെയിൻസ് രാത്രി ഭക്ഷണങ്ങളിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് കഴിക്കണം എന്നുള്ളതാണ്. അവിടെ പ്രധാനമായിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നത് വെജിറ്റബിൾസ്, പച്ചക്കറികൾ തന്നെയാണ്. പച്ചക്കറികളും ലീവ്സും അടങ്ങുന്ന ഒരു സാലഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ലിമിറ്റഡ് ഇൻടേക്ക് ഓഫ് ഫ്രൂട്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നട്ട്സും സീഡ്സും അതുപോലെ മറ്റ് പ്രോട്ടീൻ ഡിഷസ് ആയിരിക്കാം. പക്ഷേ ഗ്രെയിൻസ് വേണ്ട എന്നുള്ളതാണ്. ഇത്തരത്തിൽ നോ ഗ്രെയിൻ ഡിന്നർ അടങ്ങുന്ന പലതരത്തിലുള്ള റെസിപ്പീസിൻ്റെ പലതരത്തിലുള്ള കോമ്പിനേഷൻസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനോടൊപ്പമുള്ള ലിങ്കിൽ നിന്ന് അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കി തുടങ്ങാവുന്നതാണ്. എനിക്കിപ്പോൾ പ്രായം 50 അടുക്കുന്നു. ഈ പ്രായത്തിലൊക്കെ എക്സസൈസ് ചെയ്തു തുടങ്ങാമോ? എക്സസൈസ് എന്ന് പറയുന്നത് തുടങ്ങാൻ വേണ്ടി ഒരു പ്രായമില്ല. കാരണം നമ്മൾ ജനിക്കുന്ന മുതലേ ചലിക്കുന്ന നിന്ന് നമ്മൾ സ്പോർട്സിലോട്ടും ഗെയിംസിലോട്ടും പോകുന്നു. അവിടുന്ന് ശേഷം ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിട്ടുള്ള എക്സസൈസ് പോകുന്നു എന്നുള്ളൊരു സ്വാഭാവികമായിട്ടുള്ള യാത്രയാണ്. ശരിയാണ്, നമ്മളിൽ പലർക്കും അത് ബ്രേക്ക് ഉണ്ടാകാറുണ്ട്. എനിക്കുണ്ടായിരുന്നു, ഒരു 10-15 വർഷത്തോളം എനിക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നു. എക്സസൈസ് ചെയ്യേണ്ടത് യൗവനത്തിൽ തന്നെ തുടങ്ങി അത് കണ്ടിന്യൂ ചെയ്യേണ്ട ഒന്നാണെങ്കിൽ പോലും ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം ഏത് പ്രായത്തിൽ തുടങ്ങാമെന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഏത് പ്രായത്തിലാണോ അതാണ് എക്സസൈസ് തുടങ്ങേണ്ട ശരിയായിട്ടുള്ള പ്രായം. ഇതിന് പ്രാധാന്യമുള്ളൊരു ചില സയൻറ്റിഫിക് റീസൺസ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ, ഓരോ 10 വർഷം കൂടുമ്പോഴും നമ്മളുടെ എല്ലാവരുടെയും പേശികളുടെ സ്കെൽട്ടൽ മസിൽ മാസ് ഒരു 3 മുതൽ 5% കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മസിൽ മാസ് നമ്മളുടെ ആരോഗ്യത്തെ, അതുപോലെ രോഗപ്രതിരോധ സംവിധാനത്തെ, നമ്മുടെ ആയുസ്സിനെ, അതുപോലെ നമ്മളുടെ ജനറലായിട്ടുള്ള മൊബിലിറ്റി ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നല്ലേ നമ്മളുടെ ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ്. മാത്രമല്ല ഈ പ്രായം എന്ന് പറയുന്നത് തികച്ചും ആപേക്ഷികമായിട്ടുള്ള ഒന്നാണ്. ഒരു 80 വയസ്സുകാരനെ സംബന്ധിച്ച് അയാൾ ഒരു 60 വയസ്സുകാരനെ നോക്കി പറയും നിങ്ങൾ ചെറുപ്പമാണല്ലോ, നിങ്ങൾക്ക് തുടങ്ങാമെന്ന് പറയും. എന്നാൽ ഒരു 60 വയസ്സുകാരനാണെങ്കിൽ 40 വയസ്സുകാരനെ നോക്കി പറയും നിങ്ങൾ ചെറുപ്പക്കാരനാണ് തുടങ്ങാമെന്നുള്ളതാണ്. അതുകൊണ്ട് ആപേക്ഷികമായിട്ടുള്ള ഇത്തരത്തിലുള്ള കണക്കുകളിൽ ചെന്ന് പെടാതെ നിങ്ങൾക്ക് എക്സസൈസ് തുടങ്ങാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല സയൻറ്റിഫിക്കലി യു ക്യാൻ സ്റ്റാർട്ട് ബിൽഡിംഗ് മസിൽസ് അറ്റ് എനി ഏജ്. 60-70 വയസ്സാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ പേശികൾ ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ചെയ്യുന്നത് കുറച്ച് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള അപ്രോച്ച് വേണം.
ഇവിടെ വേണ്ടത് ആവേശമല്ല, ഒരു ശാസ്ത്രീയമായിട്ടുള്ള സമീപനമാണ്. മേ ബി ഒരു ലൈറ്റ് കാർഡിയോ എന്നോ സ്ട്രെച്ചിങ്ങിൽ നിന്നോ നിങ്ങൾക്ക് തുടങ്ങാം. പതുക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇൻറ്റൻസ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിലൂടെ കയറാം. അവിടെ നിന്ന് നിങ്ങൾക്ക് മസിൽ സ്ട്രെങ്തനിങ് സ്റ്റാർട്ട് ചെയ്യാം, വെയ്റ്റ് ലിഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഹാർമണിയിൽ ഞങ്ങൾ ഇത്തരത്തിലുള്ള പടിപടിയായിട്ടുള്ള ഒരു എക്സസൈസ് റുട്ടീൻ ബിൽഡ് ചെയ്യാനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് ഫൺ ഫിറ്റ്, ഫങ്ഷണൽ ഫിറ്റ്നസ്. എന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ പ്രായമോ നിങ്ങളുടെ സെക്സോ നിങ്ങളുടെ കൾച്ചറോ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഇവിടെ വലിയ വിഷയമില്ല. ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ഗെറ്റ് എ മെഡിക്കൽ ഒപ്പീനിയൻ. മാത്രമല്ല അത്തരമൊരു എക്സസൈസിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ വിത്തിൻ 1 ഇയർ, ഒന്നും ചെയ്യാത്ത ഒരാളാണെങ്കിൽ പോലും വിത്തിൻ 1 ഇയർ യു ഷുഡ് സ്റ്റാർട്ട് ലിഫ്റ്റിംഗ് വെയ്റ്റ്സ്. നിങ്ങൾക്ക് പറ്റുന്ന ശരീരഭാരം, അതിന് പറ്റുന്ന ഡംബൽസോ കെറ്റിൽ ബെൽസോ ബാർബെൽസോ ഐഡൻറ്റിഫൈ ചെയ്ത് വെയ്റ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനോടൊപ്പം കാർഡിയോ എക്സസൈസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ കാർഡിയോ എക്സസൈസും സ്ട്രെച്ചിങ്ങും വെയ്റ്റ് ട്രെയിനിങ്ങും ഒക്കെ കമ്പൈൻഡ് ആയിട്ടുള്ള എക്സസൈസ് തുടങ്ങുന്നതിന് പ്രായം ഒരു പ്രശ്നമല്ല. വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ സപ്ലിമെൻറ്റ് കഴിക്കണോ അതോ വെയിൽ കൊണ്ടാൽ മതിയോ? മിക്ക ആൾക്കാർക്കും സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ ശരീരത്തിൽ പോഷകങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെയാണ് താല്പര്യം. എനിക്കും അങ്ങനെയാണ് താല്പര്യം. നമുക്ക് വൈറ്റമിൻ ഡിയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ക്ലിനിക്കിൽ വന്ന് വൈറ്റമിൻ ഡി ലെവൽസ് ബ്ലഡിൽ ചെക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ട ആൾക്കാരിൽ 99% ആൾക്കാരുടെയും ലെവൽസ് ഒപ്റ്റിമൽ ലെവലിൽ താഴെയാണ്. അപ്പോൾ എന്താണ് പ്രധാനപ്പെട്ട ചോദ്യം? ഒപ്റ്റിമൽ ലെവൽ എത്ര എന്നുള്ളത്. 70 നാനോഗ്രാം പെർ ml അല്ലെങ്കിൽ 70 to 100 നാനോഗ്രാം പെർ ml ആണ് ഒപ്റ്റിമൽ ലെവൽ. പക്ഷേ പല ആൾക്കാർക്ക് ഇത് ഉണ്ടാകാറില്ല. നോക്കിക്കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി കിട്ടാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങളൊന്ന് ആവശ്യമായിട്ടുള്ള സൂര്യപ്രകാശത്തിൽ ഒരു സൺലൈറ്റ് എക്സ്പോഷർ ഉണ്ടാകുന്നതാണ്. ഓഫ് കോഴ്സ് ഭക്ഷണത്തിൽ നിന്നും വൈറ്റമിൻ ഡി കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന്, നമുക്ക് ആവശ്യമായിട്ടുള്ള സൺ എക്സ്പോഷർ അതും കറക്റ്റ് സമയത്ത് ഇല്ല എന്നുള്ളത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ ഇന്നത്തെ ദൈനംദിന രീതികളും ആവശ്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ വൈറ്റമിൻ ഡിയുടെ റിക്വയർമെൻറ്റ് വളരെ വളരെ കൂടുതലാണ്. അതായത് ഇൻകത്തിനേക്കാൾ കൂടുതൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ഇൻകം ലെവൽസ് അല്ലെങ്കിൽ നമ്മുടെ ഒപ്റ്റിമൽ ലെവൽസ് താഴോട്ട് പോകും. ഇവിടെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്റ്റെപ്പ് നമ്പർ 1, എല്ലാ 6 മാസം കൂടുമ്പോഴും വൈറ്റമിൻ ഡി ലെവൽസ് നോക്കുക എന്നുള്ളതാണ്. കാരണം വൈറ്റമിൻ ഡി ടോക്സിസിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൊരു വൈറ്റമിനാണ്, കാരണം അതൊരു ഫാറ്റ് സോൾബിൾ വൈറ്റമിനാണ്. സോ എവറി 6 months വൈറ്റമിൻ ഡി ലെവൽസ് നോക്കുക എന്നുള്ളതാണ്. വൈറ്റമിൻ ഡി ലെവൽസ് കുറവാണെന്നുണ്ടെങ്കിൽ ഷുവർ ഷോട്ട് മെത്തേഡ് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ തന്നെയാണ്. ഇന്ന് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സിൻ്റെ ഏത് അളവിൽ ഏത് ക്രമത്തിൽ എത്ര നാൾ കഴിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഡോക്ടറോട് ചെക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ലെവൽസ് ആവശ്യത്തിലുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്തം ഡോക്ടറുടെ അല്ല, അത് നമ്മളുടെയാണ്. സോ ചെക്ക് യുവർ വൈറ്റമിൻ ഡി ലെവൽസ് എവറി 6 months ആൻഡ് ഇഫ് നീഡഡ് ഗോ ഫോർ സപ്ലിമെൻറ്റേഷൻ. പാല് നല്ലതാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ അത് നല്ലതല്ല എന്ന് പറയുന്നു. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? പാല്, അതായത് പശുവിൻ്റെ പാലോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ പാലോ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജീവചരിത്രം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാലങ്ങളിലും നമ്മുടെ ഭക്ഷണ ക്രമത്തിനകത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട റോൾ ഉണ്ടായിരുന്നു പാലിന്. ഇപ്പോഴും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ നമുക്കുണ്ടാക്കി തരുന്ന തിരിച്ചറിവുകൾ കുറച്ച് വ്യത്യസ്തമാണ്. എന്താണ് പാലിലെ പ്രശ്നം നോക്കാം. പാലിൽ പ്രധാനമായിട്ടുള്ളത് 3 പോഷക വസ്തുക്കളാണ്. ഒന്ന് അതിലുള്ള ലാക്ടോസ്, അതതിൻ്റെ കാർബോഹൈഡ്രേറ്റ്. മറ്റൊന്ന് പ്രോട്ടീൻ, അത് വേ പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ കെസീനുണ്ട്. നമ്മളുടെ ജനസംഖ്യ എടുത്ത് നോക്കിയാൽ, നമ്മുടെ ജനവിഭാഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഇന്ത്യൻസിൻ്റെ ഒരു ശാരീരിക പ്രത്യേകതകൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ആൾക്കാർക്കും ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടോ എന്ന് അറിയാത്ത ആൾക്കാരാണ് അതിൽ 90% ആൾക്കാർ. നമ്മുടെ ശരീരത്തിലെ ദഹനവ്യൂഹവും നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനവും പാലിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടോസിനെ ഒരു ശത്രുവായി കാണുന്ന ഒന്നിനാണ് ലാക്ടോസ് ഇൻടോളറൻസ് അല്ലെങ്കിൽ ലാക്ടോസ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. എനിവേ, നമ്മളുടെ ശരീരം പാലിലുള്ള ലാക്ടോസിനോടും പാലിലുള്ള പ്രോട്ടീനുകളായിട്ടുള്ള കെസിനോടും വേയോടും വേണ്ടത്ര രീതിയിൽ അതിനൊരു ഭക്ഷ്യവസ്തുവായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പാല് നല്ല വസ്തുവല്ല. പലപ്പോഴും ഇത് അറിയാതെ കഴിക്കുന്ന ആൾക്കാരിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ, ഒന്ന്, ഒരിക്കലും പരിഹരിക്കപ്പെടാത്ത ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാവും. അത് ബ്ലോട്ടിംഗ് ആയിരിക്കാം, ബർപ്പിംഗ് ആയിരിക്കാം, റിഫ്ലക്സ് ഡിസീസ് ആയിരിക്കാം, കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കാം, ഡയറിയ ആയിരിക്കാം, അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള മ്യൂക്കസ് പ്രൊഡക്ഷൻ കൊണ്ടുണ്ടാകുന്ന റെസ്പിറേറ്ററി ഹെൽത്ത് ഇഷ്യൂസ് ആവാം. ചിലരെ സംബന്ധിച്ച് സ്കിൻ ഹെൽത്ത് ഇഷ്യൂസ് ആവാം. ചിലരെ സംബന്ധിച്ച് ഹോർമോൺ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവാം. ചിലർക്ക് ഈവൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് വരെ ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ വൈവിധ്യമാർന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒരു സോഴ്സായിട്ട് വേണമെങ്കിൽ നല്ലത് നമ്മൾ കരുതുന്ന പാൽ മാറിയേക്കാം. മേ ബി ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഫെർമെൻറ്റഡ് മിൽക്കുകൾ, പുളിപ്പിച്ച പാൽ ഉൽപ്പന്നങ്ങൾ, ഒരുപക്ഷെ അത് തൈരായിരിക്കാം, യോഗട്ടായിരിക്കാം, മോരായിരിക്കാം, പനീറായിരിക്കാം, ചീസായിരിക്കാം, ചിലപ്പോൾ പൊരുത്തപ്പെടുന്നുണ്ടാവും. അപ്പോൾ ഓരോ വ്യക്തികൾക്കും അത് വ്യത്യാസപ്പെട്ടിരിക്കും. പക്ഷേ എൻ്റെ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ പാലുൽപ്പന്നങ്ങളോ ഭക്ഷ്യ നമ്മുടെ ടേബിളിൽ നിന്ന് മാറ്റുന്ന നല്ലൊരു ശതമാനം ആൾക്കാർക്കും
വളരെയധികം വ്യത്യാസം അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലും ഇമ്മ്യൂൺ സിസ്റ്റത്തിലും സ്കിൻ ഹെൽത്തിലും എന്തിന് സ്ലീപ്പിൽ പോകണം കാണാറുണ്ട്. അതുകൊണ്ട് അതൊരു വളരെ പേഴ്സണലായിട്ടുള്ളൊരു വിഷയമാണ്. നിങ്ങൾക്ക് പാല് അനുയോജ്യമാണോ ഇല്ലയോ എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അക്കാഡമിക് പരിജ്ഞാനം, ഒരു വെറ്റിനറി ഡോക്ടർ എന്നുള്ളൊരു അക്കാഡമിക് പരിജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് ഞാനൊരു എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിനോടൊപ്പം ഷെയർ ചെയ്യുന്നുണ്ട്. സോ ചെക്ക് വെദർ ഫോർ യു മിൽക്ക് ഈസ് ഗുഡ് ഓർ നോട്ട്. ഞാൻ പണ്ട് തൊട്ടേ തടിച്ചിട്ടാണ്. എൻ്റെ ഒരു ഫീലിംഗ് ഞാൻ അൺഹെൽത്തി ആണോ എന്നുള്ളതാണ്. ഈ തടിയും ആരോഗ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അയാൾ സ്വയവും മറ്റുള്ളവർ ഉണ്ടാക്കുന്നത് ഒരുപക്ഷെ അയാളുടെ ശരീരത്തിൻ്റെ ഭാരവും അപ്പിയറൻസും നോക്കിയിട്ടാണ്. ശരിക്കും ശരീരഭാരവും ആ വ്യക്തിയുടെ ആരോഗ്യം തമ്മിൽ എന്തുമാത്രമാണ് സ്ട്രോങ് അസോസിയേഷൻ? ശരിക്കും കണക്കുകൾ പറയുന്ന അത്ര വലിയ അസോസിയേഷൻ ഇല്ല എന്നുള്ളതാണ്. അതിനർത്ഥം ശരീരഭാരം ഇമ്പോർട്ടൻ്റ് അല്ല, അല്ലെങ്കിൽ അപ്പിയറൻസ് ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളതല്ല. പലപ്പോഴും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളും BMI ആയിരിക്കാം. അതായത് ശരീരത്തിൻ്റെ വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. അതിനുള്ള കണക്കുകളൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷേ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ആരോഗ്യം ഇരിക്കുന്നത് ആ വ്യക്തിയുടെ അപ്പിയറൻസിലോ വെയിറ്റിലോ അല്ല എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ എന്തിലാണ്? അതിരിക്കുന്നത് പ്രധാനമായിട്ടും വളരെ ലളിതമായിട്ട് പറയാൻ പറ്റുന്ന ഒന്ന് അയാളുടെ വേസ്റ്റും ഹിപ്പും തമ്മിലുള്ള റേഷ്യോ ആണ്. നമ്മളതിനെ വിളിക്കുന്നത് WHR, വേസ്റ്റ് ടു ഹിപ്പ് റേഷ്യോ എന്നുള്ളതാണ്. വളരെ ലളിതമായിട്ട് അളന്നെടുക്കാവുന്നേ ഉള്ളൂ. ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ റെക്കമെൻഡഡ് ആയിട്ടുള്ള വാല്യൂസ് കാണാൻ സാധിക്കും. അതുപോലെ ഇമ്പോർട്ടൻ്റ് ഒന്നാണ് വെയിറ്റ് ടു ഹൈറ്റ് റേഷ്യോ എന്നുള്ളതാണ്. നിങ്ങളുടെ വേസ്റ്റ് ലൈൻ നിങ്ങളുടെ ഹൈറ്റിൻ്റെ പകുതിയിൽ താഴെ ആണെങ്കിൽ വളരെ നല്ല ഹെൽത്തിയാണ്. കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ ശരീരത്തിലെ അപ്പിയറൻസിനേക്കാൾ പ്രാധാന്യം നിങ്ങളുടെ ശരീരത്തിൻ്റെ ബോഡി കോമ്പോസിഷനാണ്. അതായത് നിങ്ങളുടെ ശരീരത്തിൽ എത്ര പേശികളുണ്ട്, സ്കെൽട്ടൺ മസിൽസ് എത്ര കിലോഗ്രാം ഉണ്ട്, നിങ്ങളുടെ ശരീരത്തിൽ എത്ര കിലോഗ്രാം കൊഴുപ്പുണ്ട്, ആ കൊഴുപ്പ് ഇരിക്കുന്നതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എവിടെയാണ്, നിങ്ങളുടെ ശരീരത്തിൽ വിസറൽ ഫാറ്റ് എത്രത്തോളം ഉണ്ട് തുടങ്ങിയിട്ടുള്ള ഘടകങ്ങളാണ് കുറച്ചുകൂടി ഫോളോ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ തടിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അനാരോഗ്യം ഉണ്ടാകണമെന്നില്ല. ഇനി മറ്റൊരു ഘടകം നോക്കാം. മെലിഞ്ഞിരുന്നാൽ നമ്മൾ ഒരുപക്ഷെ ബൈ ഡിഫോൾട്ട് നമ്മൾ കരുതുന്നത് മെലിഞ്ഞിരിക്കുന്നുണ്ട് ഹെൽത്തിയാണ്. അങ്ങനെ ആവണമെന്നില്ല. നിങ്ങൾ സ്കിന്നി ഫാറ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾ മെലിഞ്ഞാണ് ഇരിക്കുന്നതിൽ പോലും നിങ്ങളുടെ ശരീരത്തിൽ ഒരുപക്ഷെ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടിയിട്ട് വളരെ അൺഹെൽത്തി ആയിട്ടുള്ള സ്റ്റാറ്റസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അമിതവണ്ണം പോലെ തന്നെ അപകടകരമായ അവസ്ഥയാണ് സ്കിന്നി ഫാറ്റ്. അപ്പോൾ അപ്പിയറൻസിൽ പോയി നിങ്ങൾ ഉടക്കി നിൽക്കാതെ എന്തുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീപ്പറായിട്ടുള്ളൊരു അസസ്മെൻറ്റ് നടത്തിക്കൂടാ? മേ ബി വേസ്റ്റ് ഹീപ്പ് റേഷ്യോ, അല്ലെങ്കിൽ വേസ്റ്റ് ടു ഹൈറ്റ് റേഷ്യോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി കോമ്പോസിഷൻ. അതാണ് നിങ്ങളുടെ ആരോഗ്യത്തെ തീരുമാനിക്കുന്നത്.